ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒബീസ് ആയിട്ടുള്ള പലരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് പല കാര്യങ്ങളും അവർ ചെയ്യാറുമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ഡയറ്റിംഗ് ആയിരിക്കും, അതായത് ഭക്ഷണം കുറയ്ക്കും. ഉദാഹരണത്തിന് നമ്മുടെ ബോഡിക്ക് ഒരു ദിവസം വേണ്ട 2000 കാലറി ആണെങ്കിൽ ഒരു 1500 കാലറിയുടെ ഫുഡ് കഴിക്കും. ഒരു 500 കാലറിയുടെ ഡെഫിസിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ നോർമലി ചിന്തിക്കും ഈ 500 കാലറി ബോഡിയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഫാറ്റിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നതാണ്. സിമ്പിൾ പ്രിൻസിപ്പിൾ, ലോജിക്കലി കൺവിൻസിങ്. പക്ഷേ നമ്മുടെ ബോഡി എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. സ്റ്റഡി സേസ് ദാറ്റ് വെയിറ്റ് കുറയ്ക്കുന്ന ഓൾമോസ്റ്റ് 85 to 87% ആളുകളും ഒരു 6 months to 1 year പീരീഡിൽ ആ വെയിറ്റ് ബൗൺസ് ബാക്ക് ചെയ്യാറുണ്ട്, പഴയ പടി തിരിച്ചെത്താറുണ്ട്. ഇതിന്റെ കാരണം നമ്മുടെ വെയിറ്റ് ഗെയിൻ്റെ റൂട്ട് കോസ് അഡ്രസ് ചെയ്യപ്പെടാത്തതാണ്. എസ്പെഷ്യലി നമ്മുടെ ബോഡിയിലുള്ള എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഇൻവോൾവ്മെന്റ് ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ടാണ്. എൻഡോക്രൈൻ സിസ്റ്റം എന്നാൽ ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് ഓർഗൻസ് ആൻഡ് ഗ്ലാൻഡ്സ് വിച്ച് സെക്രീറ്റ്സ് ഹോർമോൺസ് ഇൻ ടു ദ ബ്ലഡ്. അതായത് ഈ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ഇറ്റ് ട്രാവൽസ് ഓൾ അക്രോസ് അവർ ബോഡി ആൻഡ് ടെൽസ് ഈച്ച് ആൻഡ് എവറി സെൽസ്, ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് what to do and what not to do. ഈ സെയിം എൻഡോക്രൈൻ സിസ്റ്റം കൺട്രോൾസ് എവറി ആസ്പെക്ട് ഓഫ് അവർ ഡയറ്റ് ആൻഡ് മെറ്റബോളിസം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതലായാലും കുറവായാണെങ്കിലും അത് യൂസ് ചെയ്യണോ, സ്റ്റോർ ചെയ്യണോ, ബേൺ ചെയ്യണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ ഹോർമോണൽ ആക്ടിവിറ്റീസ് ആണ്. ദാറ്റ് മീൻസ് every aspect of our diet and metabolism is tightly and precisely controlled by these hormones. ഈ ഹോർമോണൽ ഇംബാലൻസ് ബോഡിയിൽ ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, നമ്മുടെ ശരിയല്ലാത്ത ഭക്ഷണ രീതി ആവാം, ഉറക്കമില്ലായ്മ, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആവാം. എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പലതും നമുക്ക് നഷ്ടപ്പെടുന്നു. എസ്പെഷ്യലി പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം കിട്ടുന്നത് കുറവാണ്. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഭക്ഷണത്തിൽ വളരെ കൂടുതലാണ്. ഇത് പല കാരണങ്ങളിലൂടെ കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് പല ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നു. ഈ ഹോർമോണൽ ഇംബാലൻസിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ബൈ കറക്റ്റിംഗ് യുവർ ലൈഫ് സ്റ്റൈൽ, ഈറ്റിംഗ് ഹാബിറ്റ് ആൻഡ് ഓർ എക്സസൈസ് റെജീം. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസിനെയും അതിനോടൊപ്പം കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു അച്ചീവ് എ സസ്റ്റൈനബിൾ വെയിറ്റ് ലോസ്. അതായത് ലൂസ് ചെയ്യുന്ന വെയിറ്റ് ബൗൺസ് ബാക്ക് ചെയ്യത്തില്ല. സോ വെയിറ്റ് ലോസ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ലിവിംഗ് എ ഹെൽത്തി ലൈഫ്. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ യങ് ഫോർ എവർ. താങ്ക് യു.